ഗൈസ് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇത് കസ്റ്റമർക്ക് ഈ ഒരു സൈഡ് വെക്കണ്ട, അവിടെ വെക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്ര ലെങ്തി കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ലെങ്തി കിടക്കില്ല. പിന്നെ ഇത് കോർണർ സൈഡിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ എടുക്കുമ്പോൾ തലയൊക്കെ ഇടിക്കും. ആൾറെഡി കസ്റ്റമറെ ആ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഗസ്റ്റ് ഹൗസ് മാതിരി സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടി ഓപ്പണായിട്ട് ആ ഒരു കോർണറിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ അടിപൊളിയായിട്ട് ഇരുന്നോളും. പിന്നെ ഒരുപാട് പേര് അർബൻ കമ്പനി മേടിച്ചിട്ട് ഇതിൻ്റെ സർവീസൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ നിൽപ്പുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സർവീസ് ചെയ്ത് തരും. 2 ഇയറാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. നിങ്ങൾ കോസ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ വൺസ് ഒരു വർഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് 2 വർഷം ആയിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ എന്നെ കോൺടാക്ട് ചെയ്യാം. കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ സർവീസ് ചെയ്തിരുന്നതായിരിക്കും. ഫ്രീ ആയിരിക്കും. 2 ഇയർ വാറണ്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഏത് മെഷീൻ മേടിച്ച് കഴിഞ്ഞാലും ആ ഡേറ്റ് മുതൽ അടുത്ത 2 വർഷത്തേക്ക് ഫ്രീ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റിജക്ഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിലായിരിക്കും റിജക്ഷൻ വരുന്നത്. ഉണ്ടോ, ഇങ്ങനെ റിജക്ഷൻ ചുമ്മാ ഇട്ടേക്കുമായിരിക്കും. പിന്നെ ടാപ്പ് കാര്യങ്ങൾ അഡാപ്റ്റർ ആ സൈഡിൽ കൊടുത്തേക്കുന്നത്, പ്രീ ഫിൽറ്റർ ആ സൈഡ്. ഇതെനിക്കും ഒതുക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ 2 കാര്യങ്ങൾ PL8 PL4 ആയി വരുന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനാണ്. അപ്പം നമുക്കിതിൽ നീറ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എനിക്ക് അധികം ടൈം എനിക്ക് കിട്ടിയില്ല, കുറച്ച് സമയം കിട്ടിയുള്ളൂ. കാരണം ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വർക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാളേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ജസ്റ്റ്. പിന്നെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു മെഷീനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ M1 ആണ്. M1 പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇതിന് ട്രേ ഉണ്ടാവും. ട്രേ നമുക്കിങ്ങനെ വലിച്ചിട്ട് ട്രേ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വിത്തൗട്ട് ട്രേ ആണെന്നുണ്ടെങ്കിൽ താഴെ യൂസ് ചെയ്യും. ഇപ്പോൾ ഇവർക്കിപ്പോൾ ട്രേ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കുപ്പിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു നോബ് തുറന്ന അപ്പം തന്നെ വെള്ളം വരുന്നതായിരിക്കും. വെള്ളം വരുന്നതായിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് സൈഡ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വിളിക്കുക ഗൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെഷീൻ്റെ അകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത്. കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പണിയാണ്. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് ചെയ്യുക. പിന്നെ ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ആവശ്യമുണ്ട്, ഈ മെഷീൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ഒരു രൂപ പോലും അടക്കേണ്ടി വരില്ല. അത് കറക്റ്റാണ്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു മെഷീന് 2 ഇയർ വാറണ്ടി ഉണ്ട്. പക്ഷേ അത് പലർക്കും എങ്ങനെ ക്ലെയിം ചെയ്യുമെന്ന് അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം ഇത് ചില പാർട്സൊക്കെ ഇവർ ഇതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്നും പുറത്തും കിട്ടില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താ വേണം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ നമ്പർ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് രീതിയിൽ പറഞ്ഞു തരും. ആ രീതിയിൽ മാത്രം പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇതിൻ്റെ എന്ത് തന്നെ കംപ്ലയിൻ്റ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ 2 ഇയർ ആണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, വാറണ്ടി കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും മേജർ കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫിൽറ്റർ മാറുക. ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് ഫിൽറ്റർ മാറിയിട്ട് ബാക്കി എന്ത് കംപ്ലയിൻ്റ് ആണെങ്കിലും നമുക്ക് ആ സമയത്ത് ക്ലെയിം ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ. പിന്നെ ഇത് മേടിക്കാൻ പ്ലാൻ ചെയ്തതാണ്. ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ട് നിങ്ങളുടെ വാട്ടർ ഏതാണെന്ന് നോക്കിയിട്ട് മേടിക്കുക. ഓക്കെ.